വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നെതർലൻഡ്സിലാണ്. നെതർലൻഡ്സിലെ സാൻഡം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നെതർലൻഡ്സിലുള്ള സാൻഡ് റിവർ അതിൻ്റെ തീരത്താണ് ഈ സാൻഡം എന്ന് പറഞ്ഞ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ലാൻഡ്മാർക്കാണ് ഇൻറ്റൽ ഹോട്ടൽ. അവിടെ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല കളർഫുള്ളായ സ്റ്റാഗ്ഡ് ട്രഡീഷണൽ ഡച്ച് ഹൗസസിൽ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കറക്റ്റ് സ്പോട്ടാണ്. ആംസ്റ്റർഡാമിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. രാവിലെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് സാൻഡം ഏരിയ അല്ലെങ്കിൽ ഇൻറ്റൽ ഹോട്ടൽ ഏരിയ കാണാനാണ് ഇന്നത്തെ പ്ലാന്. ഇൻറ്റൽ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ബാർ ഏരിയ ആണിത്. ഇവിടെ നിന്ന് ബാക്കിലോട്ടുള്ള എക്സിറ്റിൽ കൂടി നമുക്ക് ഇറങ്ങുമ്പം അവിടെ കുറേ ചെയറും ടേബിൾസും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് നമുക്ക് ലേക്ക് സൈഡ് വ്യൂ ആയിട്ട് ഡ്രിങ്ക്സോ ഫുഡോ ഒക്കെ കഴിക്കാം. ഹോട്ടലിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഏരിയ ആണിത്. മഴയില്ലെങ്കിൽ നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. ആംസ്റ്റർഡാം ആയതുകൊണ്ട് മഴ മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് മഴയില്ലെങ്കിൽ നമുക്കവിടെ പോയിരുന്ന് നല്ല ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് രാവിലെ നടക്കാൻ നല്ലൊരു ഏരിയ ആണ്. ഇതിൻ്റെ അടുത്ത് അവരൊരു വാട്ടർഫോൾ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് അതിൻ്റെ ശബ്ദമൊക്കെ കേട്ട് രാവിലെ നടക്കാനായിട്ട്. അതുപോലെ ഇവിടുത്തെ യുണീക്ക് ആർക്കിടെക്ചർ നമ്മൾ നോക്കി നിന്ന് പോവും. ഇവിടെ തന്നെ 1-2 ഫാസ്റ്റ് ഫുഡ് ഏരിയ ഉണ്ട്. മെക്ഡോണൽഡ്സും പിന്നെ ഒരു ബർഗർ പ്ലേസും പിന്നെ മൂവി തിയേറ്റർ, ആൽബർട്ട് ഹെയ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം ഈ ഏരിയ തന്നെ ഉണ്ട്. ഇൻറ്റൽ ഹോട്ടലിൻ്റെ ലെഫ്റ്റ് സൈഡ് ഏരിയ ആയിരുന്നു ആദ്യം കണ്ടത്. അവിടെയാണ് ഈ സിറ്റി ഹോളും ട്രെയിൻ സ്റ്റേഷനും പിന്നെ കുറച്ച് കടകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കാണുന്നത് റൈറ്റ് സൈഡ് ഏരിയ ആണ്. അങ്ങോട്ട് പോകുമ്പം സൂപ്പർ മാർക്കറ്റ്, പിന്നെ കുറേ ഷോപ്പിംഗ് ഏരിയകൾ, പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റെസ്റ്റോറൻറ്റ്സ്, കുറേ റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്. ഈ ഏരിയയിലെ കുട്ടി കുട്ടി കനാൽസും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന നല്ല പിന്നെ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. സാൻഡം ഏരിയ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ റൂമിൽ കയറാൻ തീരുമാനിച്ചു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ആംസ്റ്റർഡാമിലുള്ള സീക്രട്ട് ഗാർഡൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഡിന്നർ റിസർവ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങോട്ട് പോകണം. സോ അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട്, കുറേ നടന്നല്ലോ, സോ അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള പ്ലാനിലാണ്. കുളിച്ച് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് സീക്രട്ട് ഗാർഡനിലൂടെ ഞങ്ങൾ പോവുകയാണ്. ആ കാണുന്നതാണ് ഹൈനിക്കൻ ബ്രൂവറി. അവിടെ ബിയർ ടേസ്റ്റിങ്ങും ബിയർ ടൂറും ഒക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള അതിൻ്റെ ടൂറൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് അവിടെ പോയില്ലായിരുന്നു. പിന്നെ ഈ സീക്രട്ട് ഗാർഡനിലോട്ട് പോകുന്നത് നല്ലൊരു ലൈവ്ലി ആയിട്ടുള്ള സ്ഥലത്തൂടെ കേട്ടോ. പാർട്ടി ഏരിയ ആയിരുന്നു.
ഞങ്ങളിവിടെ നിന്ന് ഫ്രഷ്ലി മെയ്ഡ് ഗാക്കമാലി ഡ്രിങ്ക്സ്, ചിക്കൻ സ്ക്യൂവേഴ്സ്, പിന്നെ സ്റ്റേക്സ് ഒക്കെ ഓർഡർ ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞാൽ തീരെ കൊള്ളത്തിലായിരുന്നു ഫുഡ്. ടേസ്റ്റ് വൈസ്, പോർഷൻ വൈസ്, ഇത് 2 ഓർഡറാണ് ചിക്കൻ സ്ക്യൂവേഴ്സിൻ്റെ. പോർഷൻ വൈസും വളരെ മോശമായിരുന്നു. ഈ ആംബിയൻസിൻ്റെ ആ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. ഫുഡ് വൈസ് നിങ്ങൾ പോകരുത് പ്ലീസ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. അതിനുള്ള ഒന്നുമില്ലായിരുന്നു ഫുഡ്. ഇവിടെ എനിക്ക് ആകെപ്പാടെ ഇഷ്ടമായത് ഈ പൈനാപ്പിൾ സോർബേ ആൻഡ് പൈനാപ്പിൾ ക്രം ബ്രൂലെ, ഇതിൻ്റെ പ്രസൻറ്റേഷനാണ് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഞങ്ങളുടെ ഡേ റാപ്പപ്പ് ചെയ്തു, തിരിച്ച് വീട്ടിൽ പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Until then, bye from Rekha Thomas. Time to say goodbye. Our day was great, now it's time to go home. It's getting late, we've laughed and played under the sun. Goodbye for now, our day is done.